പാകിസ്ഥാനും തുർക്കിയും സൗദി അറേബ്യയും ചേർന്ന് ഒരു മെക്ക ഉടമ്പടി ഒപ്പുവെച്ചതിന് തൊട്ടു പിന്നാലെ ഹൂതികൾ, യമൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹൂതികൾ സൗദി അറേബ്യയുടെ നേരെ ശക്തമായ ആക്രമണം നടത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഓയിൽ റിഫൈനറികൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇവിടെ തീപിടുത്തം ഉണ്ടാവുകയും വലിയ നാശനഷ്ടങ്ങൾ സൗദിക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പലയിടങ്ങളിലും സൗദിക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ യമനിലെ റെഡ് സീ തീരത്തുള്ള മൊഖ തുറമുഖത്തും അവിടെയുള്ള സൗദി സഖ്യസേനയുടെയും സൈനികരുടെയും ആയുധ ശേഖരങ്ങളുടെ നേരെയും ഹൂതികൾ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളുമാണ് ഇവിടെ നടന്നത്. ഇതിൽ 11 പേര് കൊല്ലപ്പെടുകയും 40-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുകയാണ്. യമൻ വ്യോമാതിർത്തിയിൽ സൗദി ഡ്രോണുകൾ പ്രവേശിച്ചതിനുള്ള മറുപടിയായിട്ടാണ് ഈ ആക്രമണമെന്നാണ് ഹൂതി സൈനിക വക്താവ് അവകാശപ്പെടുന്നത്. സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ സംയുക്ത സുരക്ഷയ്ക്കായിട്ട് മക്ക പ്രതിരോധ കരാർ ഒപ്പുവെച്ചതിന് തൊട്ടു പിന്നാലെയാണ് ആക്രമണമെന്നതും ശ്രദ്ധേയമാണ്. ഈ കരാർ കൊണ്ട് ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് ഇറാന്റെ ഭാഗത്തു നിന്ന് നേരത്തെ തന്നെ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. സോ ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. നൈസായിട്ട് തുർക്കിയും പാകിസ്ഥാനും ചേർന്ന് സൗദി അറേബ്യയെ പറ്റിച്ചു എന്ന് തന്നെ പറയാം, അതല്ലെങ്കിൽ ചതിച്ചു എന്ന് പറയുന്നതാവും ശരി. എന്തുകൊണ്ട് സൗദി അറേബ്യ ചതിക്കപ്പെട്ടു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പായിട്ട് എന്താണ് ഈ കാര്യത്തിൽ തുർക്കിയുടെ താല്പര്യങ്ങൾ എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഓട്ടോമൻ സാമ്രാജ്യം ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഓട്ടോമൻ സാമ്രാജ്യം. തുർക്കി കേന്ദ്രമായി രൂപം കൊണ്ട ഈ സാമ്രാജ്യം ഒരു കാലത്ത് വളരെ പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു. സൗദി അറേബ്യ ഇന്ന് ഭരിക്കുന്ന അൽ സൗദ് കുടുംബം മക്ക, മദീന എന്നീ പുണ്യ നഗരങ്ങളുടെ സംരക്ഷകർ എന്ന നിലയിലാണ് ഇസ്ലാമിക ലോകത്തിന്റെ നേതൃത്വം കൈയാളുന്നത്. ചുരുക്കത്തിൽ സൗദി അറേബ്യ എന്നാൽ ഇസ്ലാമിന്റെ അവസാന വാക്കായിട്ട് കണക്കാക്കപ്പെടുന്നു. സൗദി അറേബ്യയിൽ നിന്നാണ് ഇസ്ലാമുമായി ബന്ധപ്പെട്ട സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടാവുന്നത്. കാരണം ഇസ്ലാം മതത്തിലെ ഏറ്റവും പവിത്രമായ ഇടങ്ങളെല്ലാം സൗദിയിലാണ്, പ്രത്യേകിച്ച് മക്കയും മദീനയും. അതിന്റെ സംരക്ഷകരായിട്ടുള്ള നിലവിലെ സൗദി രാജകുടുംബം ഇസ്ലാമിക ലോകത്ത് ഏറെ ബഹുമാനിക്കപ്പെടുന്ന ഒരു രാജകുടുംബമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നേതൃത്വത്തിലുള്ള സൗദി സ്വാഭാവികമായി ഇസ്ലാമിന്റെ നേതൃത്വത്തിലേക്ക് വരികയാണ്. ഇത് ഓട്ടോമൻ സാമ്രാജ്യ കാലഘട്ടത്തിൽ എല്ലാം നിയന്ത്രിച്ചിരുന്ന തുർക്കിയുടെ ഇന്നത്തെ രൂപം അവർക്കിത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, പ്രത്യേകിച്ച് എർദോഗൻ ഭരണകൂടത്തിന്. കാരണം ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ ഈ പ്രദേശങ്ങളുടെ എല്ലാം നിയന്ത്രണം തുർക്കിക്കായിരുന്നു. തുർക്കിയിൽ എർദോഗൻ ഭരണകൂടം അധികാരത്തിലെത്തിയതോടെ മതേതരത്വ മൂല്യങ്ങളെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് തുർക്കി വീണ്ടും ഒരു ഇസ്ലാമിക രാഷ്ട്രമായി മാറാൻ തയ്യാറെടുക്കുകയും ഇന്ന് ഓൾമോസ്റ്റ് അത് കംപ്ലീറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. തുർക്കിയുടെ പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ചാൽ മെജോറിറ്റി ഇസ്ലാം മത വിശ്വാസികൾ ഉണ്ടായിരുന്നിട്ടും ഒരു മതേതരത്വ റിപ്പബ്ലിക്കായിട്ടായിരുന്നു ഏറെക്കാലം തുർക്കി നിലനിന്നത്. എന്നാൽ എർദോഗന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം തുർക്കിയെ വീണ്ടും ഇസ്ലാമികവൽക്കരിക്കുകയും പഴയ ഓട്ടോമൻ സാമ്രാജ്യത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ട നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. എർദോഗൻ ഇപ്പോൾ ചെയ്യുന്നത് തങ്ങളുടെ പഴയ നവ ഓട്ടോമൻ സ്വാധീനത്തെ തിരിച്ചു പിടിക്കാനുള്ള പണിയാണ്. സൗദിയുടെ സാമ്പത്തിക മതപരമായ മേൽക്കോയ്മയെ തകർത്ത് ഇസ്ലാമിക ലോകത്തിന്റെ പുതിയ വക്താവായിട്ട് മാറാനാണ് തുർക്കി ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിന് അവരുടെ മുമ്പിലെ ഏറ്റവും വലിയ തടസ്സം സൗദിയും നിലവിലെ സൗദി രാജകുടുംബവുമാണ്. ഇങ്ങനെ ലോകത്ത് ആനുകാലികമായി നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഭാവിയെക്കുറിച്ച്, പ്രത്യേകിച്ച് സാമ്പത്തികമായി മെച്ചപ്പെടാൻ എന്തൊക്കെ ചെയ്യാനാകും എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. പൈസ കയ്യിൽ വയ്ക്കാതെ അത് വളർത്താനുള്ള മാർഗങ്ങൾ നോക്കണം. അത്തരത്തിൽ നല്ല അവസരങ്ങൾ വരുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാറുണ്ട്. ഇപ്പോൾ ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഒരുക്കുന്ന ഒരു അവസരം നമ്മുടെ മുമ്പിലുണ്ട്. അത് നിങ്ങളെ അറിയിക്കുകയാണ്. അവരുടെ BSE 500 മൊമെന്റം വാല്യൂ 50 ഇൻഡെക്സ് ഫണ്ട് എന്ന NFOയിൽ ഇപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഞാൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇന്ത്യയിലെ മുൻനിര 500 കമ്പനികളിൽ നിന്ന്, അതായത് ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മാൾ ക്യാപ്പ് കമ്പനികളിൽ നിന്ന് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ടോപ്പ് 50 കമ്പനികളിലേക്കാണ് നിക്ഷേപം പോകുന്നത്. ഓരോ ഓഹരിയുടെ വാല്യൂവും മൊമെന്റവും ബേസ് ചെയ്ത് കൃത്യമായിട്ടാണ് ഇവിടെ നിക്ഷേപം നടക്കുന്നത്. ഇനി മാർക്കറ്റ് ഡൗൺ ആയാൽ പണം പോകുമോ എന്ന് പേടിയുള്ളവർക്ക് ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും ഇവിടെ അവസരമുണ്ട്. അപ്പോൾ ഇതൊക്കെ ലിങ്കിൽ പോയി മലയാളത്തിൽ ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ ഈ NFOയുടെ ഇൻഡെക്സ് കഴിഞ്ഞ 7-10 വർഷത്തിൽ 30%, 20%-നുമൊക്കെ മുകളിൽ റിട്ടേൺസ് ഓരോ വർഷവും തന്നിട്ടുണ്ട്. NAV 10 രൂപയാണ്. മാസം അടയ്ക്കുന്ന പണത്തിന്റെ 120 മടങ്ങ് ലൈഫ് കവറും വർഷത്തിൽ 2.5 ലക്ഷം വരെ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന ലാഭത്തിനും 1 രൂപ പോലും ടാക്സുമില്ല.
പ്രവാസികൾക്കും മാസം ഒരു 18,000 രൂപയൊക്കെ വെച്ച് അടയ്ക്കാൻ കഴിയുമെങ്കിൽ വർഷങ്ങൾ കൊണ്ട് 2 കോടി വരെയൊക്കെ റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യതയും ഇവിടെ പറയുന്നുണ്ട്. ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലുമുള്ള ലിങ്ക് ചെക്ക് ചെയ്യാം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണല്ലോ പാകിസ്ഥാൻ സൗദി അറേബ്യയുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഉണ്ടാക്കിയതിന് സമാനമായിട്ടുള്ള ഒരു ഉടമ്പടി. പാകിസ്ഥാനെ ആരെങ്കിലും ആക്രമിച്ചാൽ സൗദി സഹായിക്കാൻ വരും, സൗദിയെ ആക്രമിച്ചാൽ പാകിസ്ഥാൻ സഹായിക്കാൻ വരും. മറ്റുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പാകിസ്ഥാൻ അത്ര വലിയ പ്രധാനപ്പെട്ട ഒരു ഇസ്ലാമിക രാഷ്ട്രമൊന്നുമല്ല. എന്ന് മാത്രവുമല്ല, പാകിസ്ഥാന്റെ ഒരു ചരിത്രവും പാരമ്പര്യവും എല്ലാം ഇന്ത്യൻ സബ് കോണ്ടിനെന്റുമായി ബന്ധപ്പെട്ടതാണ്, ഇന്ത്യയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. യഥാർത്ഥ ഇസ്ലാമിക ലോകത്ത് പാകിസ്ഥാന് മുമ്പ് വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കാര്യങ്ങൾ മാറുന്നത് പാകിസ്ഥാൻ ആണവായുധം വികസിപ്പിച്ചു എന്ന് ലോകത്തോട് അവകാശപ്പെട്ടതോടെയാണ്. അതോടെ ഇസ്ലാമിക ലോകത്ത് ആണവായുധം കൈവശമുള്ള ഏക രാജ്യമായിട്ട് പാകിസ്ഥാൻ തങ്ങളെ പ്രഖ്യാപിക്കുകയാണ്. പക്ഷെ അവിടെയുള്ളൊരു പ്രശ്നം, പലരും കരുതുന്നത് പാകിസ്ഥാന്റെ കൈവശം പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ആണവായുധങ്ങൾ ഇല്ല എന്നാണ്. ഇന്ത്യ ആണവായുധം വികസിപ്പിച്ചപ്പോൾ അന്ന് പാകിസ്ഥാന്റെ സഖ്യകക്ഷിയായിരുന്ന അമേരിക്ക പാകിസ്ഥാന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പാകിസ്ഥാനിൽ ആണവായുധങ്ങൾ വിന്യസിച്ചതാണ് എന്നാണ് ഒരു കൂട്ടം എക്സ്പേർട്സ് വിശ്വസിക്കുന്നത്. കാരണം തുർക്കിയിൽ പോലും അമേരിക്ക ആണവായുധം വിന്യസിച്ചിട്ടുണ്ട്. അപ്പോ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ കയ്യിൽ ആണവായുധം വരാൻ അമേരിക്ക സമ്മതിക്കുമെന്ന് എങ്ങനെയാണ് കരുതുക? ഇപ്പൊ ഇറാന് നേരെ അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങൾ നമുക്കറിയാം. സോ പാകിസ്ഥാൻ അമേരിക്കയുടെ ഒരു സഖ്യകക്ഷി ആയിരുന്നത് കൊണ്ട് തന്നെ അന്നൊരു പക്ഷെ അമേരിക്ക അവരുടെ ആണവായുധങ്ങൾ കൊടുക്കുകയോ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ആണവ പ്രോഗ്രാം അമേരിക്കയുടെ മേൽനോട്ടത്തിൽ നടന്നതോ ആകാനാണ് സാധ്യത. ഇന്നും അത് നിയന്ത്രിക്കുന്നത് അമേരിക്ക ആയിരിക്കും. അല്ലാതെ ഒരിക്കലും ഇസ്രായേൽ സമാധാനത്തോടെ ഇരിക്കാനും പോകുന്നില്ല. പൂർണ്ണമായ സ്വാതന്ത്ര്യം പാകിസ്ഥാന് ആണവായുധത്തിന് മേൽ ഉണ്ടായിരുന്നെങ്കിൽ അവരായിരിക്കും ആദ്യം ഇസ്രായേലിനെ വെല്ലുവിളിക്കാനായിട്ട് വരുന്നത്. അപ്പൊ ഇപ്പൊ നമുക്ക് അതൊന്നും കാണാൻ കഴിയുന്നില്ല. അപ്പൊ അമേരിക്കയുടെ ഒരു നിയന്ത്രണത്തിലായിരിക്കണം പാകിസ്ഥാൻ ആണവായുധങ്ങൾ. പക്ഷെ പാകിസ്ഥാൻ എല്ലാവരുടെയും മുമ്പിൽ എപ്പോഴും പറഞ്ഞത് തങ്ങൾ ആണവായുധം കണ്ടുപിടിച്ചു, തങ്ങൾക്ക് ആണവായുധമുണ്ട് എന്നായിരുന്നു. അപ്പൊ ആ നിലയ്ക്ക് ഇന്നിപ്പോ സൗദി അടക്കമുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനിൽ ആകെ കാണുന്നത് ആണവായുധമുണ്ട് എന്നൊരൊറ്റ കാര്യമാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ മാറ്റി നിർത്താൻ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പൊതുവേ കഴിയാറില്ല. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് എന്താണ്? സൗദിയുടെ എണ്ണയും പണവും. ഇത് രണ്ടുമാണ് പാകിസ്ഥാന്റെ കയ്യിൽ ഇല്ലാത്തത്. അത് രണ്ടും ആവോളം സൗദിയുടെ കയ്യിലുണ്ട്. തുർക്കിയെ സംബന്ധിച്ചാണെങ്കിലും സൗദി വളരെ സാമ്പത്തികമായി ശക്തമാണ്. സൗദിയുടെ പണവും എണ്ണയും തന്നെയാണ് തുർക്കിയുടെയും നോട്ടം പ്രധാനമായിട്ട്. അത് കഴിഞ്ഞാൽ തുർക്കിയുടെ ലക്ഷ്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. തുർക്കിക്ക് സൗദിയെ ദുർബലമാക്കി ഇസ്ലാമിക ലോകത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കണം എന്നുള്ളതാണ് തുർക്കിയുടെ ലക്ഷ്യം. പാകിസ്ഥാൻ ബുദ്ധിപരമായിട്ട് സൗദിയുമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നാറ്റോ മോഡലിലുള്ള ഒരു എഗ്രിമെന്റ്. ആദ്യഘട്ടത്തിൽ തുർക്കി അതിനകത്തില്ല. തുർക്കി പുറകിൽ നിന്ന് ചരട് വലിച്ചതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്താണ് പാകിസ്ഥാന്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ, കാശ്മീർ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സൗദി അറേബ്യ ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര സാമ്പത്തിക ബന്ധങ്ങൾക്ക് മുൻഗണന നൽകി വരുന്നത് വല്ലാതെ പാകിസ്ഥാനെ ചൊടിപ്പിച്ചിരുന്നു. സമീപകാലത്ത് ഗൾഫ് രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ശക്തമാക്കിയതും പണ്ട് ഉണ്ടായിരുന്ന ഒരു ഊഷ്മളമായ ബന്ധം പാകിസ്ഥാനുമായി നിലനിർത്താൻ താല്പര്യം കാണിക്കാത്തതും പാകിസ്ഥാൻ എന്നും ഒരു പ്രശ്നമായിരുന്നു. അപ്പൊ ഇതിനെ മറികടക്കാനായിട്ട് സൗദിയുമായിട്ട് വളരെ ശക്തമായ ബന്ധങ്ങൾ ഉണ്ടാകണമെന്ന് പാകിസ്ഥാൻ കണക്കുകൂട്ടി. മാത്രമല്ല, ഒരു കാലത്ത് ഗൾഫ് രാജ്യങ്ങളാണ് പാകിസ്ഥാന് കണക്കില്ലാത്ത സമ്പത്തും പൈസയും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്ത്യ ശക്തമായതോടെ, ഇന്ത്യയും ഗൾഫും തമ്മിലുള്ള ബന്ധം ശക്തമായതോടെ ഇങ്ങനെയുള്ള ഫണ്ടിന്റെ വരവൊക്കെ കുറഞ്ഞു. അതുകൊണ്ടാണ് സൗദിയുമായിട്ട് കുറെ കൂടെ ദൃഢമായ ഒരു ബന്ധം വേണമെന്ന് വെച്ച് പാകിസ്ഥാൻ ആദ്യം അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നത്. സൗദിയുടെ നേതൃത്വത്തിലുള്ള ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ പാകിസ്ഥാന്റെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ല എന്നൊരു തോന്നൽ കൂടി പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ പാകിസ്ഥാൻ തുർക്കിയുമായും മലേഷ്യയുമായിട്ടുമൊക്കെ ശക്തമായൊരു ബന്ധമുണ്ടാക്കിയിട്ട് മറ്റൊരു ഇസ്ലാമിക കൂട്ടായ്മ രൂപീകരിക്കാൻ പോലും ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതൊന്നും വിജയം കണ്ടില്ല. ഇതിനിടയിലാണ് ഈ ഇറാന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഒരു ആക്രമണം സൗദിക്ക് നേരെ ഉണ്ടാവുന്നത്. ഈ മറ പിടിച്ചുകൊണ്ട് പാകിസ്ഥാൻ എന്ത് ചെയ്തു? സൗദിയുമായിട്ടുള്ള ബന്ധം വീണ്ടും മെച്ചപ്പെടുത്താൻ തുടങ്ങി. സാമ്പത്തിക തകർച്ചയിലുള്ള പാകിസ്ഥാന് സൗദിയിൽ നിന്നുള്ള സഹായങ്ങൾ വേണം. എന്നാൽ സൈനികമായും നയതന്ത്രപരമായും തുർക്കിയോട് ചേർന്ന് നിൽക്കുകയും വേണം. അതേസമയം സൗദിയിൽ നിന്ന് സാമ്പത്തിക സഹായം കൈപ്പറ്റുകയും ചെയ്യുക എന്ന ഇരട്ടത്താപ്പ് നയം പാകിസ്ഥാൻ സ്വീകരിക്കാൻ നിർബന്ധിതമായി. അതിനൊരു സൊല്യൂഷനായിട്ടാണ് പാകിസ്ഥാൻ എന്ത് ചെയ്തത്? സൗദിയുമായും തുർക്കിയുമായും ചേർന്നുകൊണ്ട് ഒരു ത്രികക്ഷി സഖ്യത്തെ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ സൗദിക്കും തുർക്കിക്കും ഇടയിലുണ്ടായിരുന്ന ഒരു അസ്വാരസ്യം അല്ലെങ്കിൽ ഒരു അകൽച്ചയെ പാകിസ്ഥാൻ ഇടപെട്ട് ഇല്ലാതാക്കുകയും 3 രാജ്യങ്ങളും ചേർന്ന് ഒരു ത്രികക്ഷി സഖ്യം ഉണ്ടാക്കുകയും ചെയ്തു. ഈ ഒരു സഖ്യം വിലയിരുത്തുന്ന സമയത്ത് നമുക്കൊരു ഡോമിനൻസ് കാണാൻ കഴിയുന്നത് തുർക്കിക്കാണ്.
ഇന്നത്തെ ഡ്രോൺ ടെക്നോളജിയിലാണെങ്കിലും ഇപ്പോൾ എയർക്രാഫ്റ്റുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിലും തുർക്കി ഒരു പ്രധാന ശക്തിയായിട്ട് വളർന്നു വരുന്നുണ്ട്. സൗദി അറേബ്യയുടെ ഡിഫൻസ് ബഡ്ജറ്റ് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സൗദിക്കാണ് ഡിഫൻസ് ബഡ്ജറ്റ്. പക്ഷെ എന്നിരുന്നാലും ആ ഡിഫൻസ് ബഡ്ജറ്റ് കൂടുതലും ആയുധങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് സൗദി ഉപയോഗിക്കുന്നത്. ഈ 3 രാജ്യങ്ങളും എടുക്കുമ്പോൾ പാകിസ്ഥാനും ആയുധങ്ങൾ കൂടുതലായി വാങ്ങുന്ന രാജ്യമാണ്. ചൈനയുടെ അടുത്തു നിന്നൊക്കെ, സൗദി അമേരിക്കയുടെ അടുത്തു നിന്നൊക്കെയാണ് വാങ്ങുന്നത്. എന്നാൽ തുർക്കി ആകട്ടെ നാറ്റോയുടെ അവസരങ്ങൾ മുതലെടുത്തുകൊണ്ട് തദ്ദേശീയമായിട്ട് ആയുധങ്ങൾ ഇന്ത്യയെ പോലെ ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണ്. ആ നിലയിലോട്ട് തുർക്കി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ 3 രാജ്യങ്ങളിൽ ഒരു മേൽക്കൈ സ്വാഭാവികമായിട്ട് തുർക്കിക്ക് കൈവരികയാണ്. അപ്പൊ തുർക്കിയെ പ്രൊജക്ട് ചെയ്തുകൊണ്ടാണ് ഇന്റർനാഷണൽ മീഡിയാസ് ഈ സഖ്യത്തെയും എടുത്തു കാണിക്കുന്നത്. എന്ന് വെച്ചാൽ തുർക്കി സൗദിയുടെയും പാകിസ്ഥാന്റെയും രക്ഷകരായിട്ട് മാറുന്ന തരത്തിൽ ചില പാകിസ്ഥാൻ മാധ്യമങ്ങൾ പാകിസ്ഥാനും തുർക്കിയും സൗദിയുടെ രക്ഷകരായിട്ട് മാറുന്ന തരത്തിലൊക്കെയാണ് ഇതിനെ പ്രൊജക്ട് ചെയ്ത് കാണിച്ചത്. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഹൂതികൾ സൗദിയുടെ നേരെ ആക്രമണം നടത്തിയ സമയത്ത് പാകിസ്ഥാനും തുർക്കിയും എന്ത് ചെയ്യാണ്, നൈസായിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്, പോയി മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. ചുരുക്കത്തിൽ ഇറാൻ നാളെ സൗദിയെ ആക്രമിച്ചാലോ ഇറാൻ അനുകൂല ഷിയ ഗ്രൂപ്പുകളോ ഈ മേൽ പറഞ്ഞ ഹൂതികളോ അങ്ങനെയുള്ള ഏതെങ്കിലും ഇറാഖിലെ മിലിറ്റന്റ് ഗ്രൂപ്പുകളോ ഒക്കെ നാളെ സൗദിയെ ആക്രമിച്ചാലും പാകിസ്ഥാനും തുർക്കിയും നേരിട്ട് അതിനകത്ത് ഇടപെടാൻ പോകുന്നില്ല. കുറെ ഡയലോഗ് അടിക്കുമെന്നുള്ളതല്ലാതെ ഈ സഖ്യം കൊണ്ട് സൗദി അറേബ്യക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ കാശിനുള്ള ഗുണമില്ല എന്ന് മാത്രമല്ല, പേപ്പറിൽ ഒരു സഖ്യമുണ്ട് എന്ന് പറഞ്ഞു നടക്കാം. അത്ര തന്നെ. സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സുരക്ഷയ്ക്കോ ഫ്യൂച്ചറിനോ നിലനിൽപ്പിനോ തുർക്കിയോ പാകിസ്ഥാനോ യാതൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഈ രാജ്യങ്ങളെ കൊണ്ട് യാതൊരു ഗുണവുമില്ല. മറ്റൊരർത്ഥത്തിൽ സൗദിയെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ച് തുർക്കിയും പാകിസ്ഥാനും ചതിക്കുകയാണോ എന്ന് പോലും നമുക്ക് തോന്നുകയാണ്. കാരണം സൗദിക്ക് എന്താണ് ഇതുകൊണ്ട് ബെനിഫിറ്റ്? സൗദിയുടെ കയ്യിൽ പണമുണ്ട്, എണ്ണയുണ്ട്. ഇത് രണ്ടും സൗദിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ശക്തി നൽകുന്ന ഘടകമാണ്. പൈസ ഉള്ളത് കൊണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായുള്ള ബന്ധം കാരണം ആയുധങ്ങൾ വാങ്ങാനും പറ്റും. എന്നാൽ പാകിസ്ഥാന്റെ കയ്യിൽ എന്തുണ്ട്? ഉണ്ട് എന്ന് പറയുന്ന ഒരു ആണവായുധം. അതല്ലാതെ കുറെ ദാരിദ്ര്യവും കടവും അല്ലാതെ ഒന്നുമില്ല. പിന്നെ ഭീകരവാദം ആവശ്യം പോലെ അവിടെ കാണും. ഇനി തുർക്കിയുടെ കയ്യിലാണെങ്കിലോ അമേരിക്ക കെട്ടിയിരിക്കുന്ന ഒരു ചരടിന്റെ ഒരു അറ്റത്താണ് തുർക്കി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അമേരിക്കയ്ക്കും യൂറോപ്പിനും ഒന്നും എതിരായിട്ട് വാചകമടിക്കുക എന്നതല്ലാതെ ഒരു തരത്തിലും പോകാനൊന്നും തുർക്കിക്ക് കഴിയില്ല. എന്ന് വെച്ചാൽ തുർക്കി സ്വയം മറ്റൊരു ബോസിന്റെ കീഴിൽ പ്രവർത്തിക്കുമ്പോൾ തുർക്കിക്ക് എങ്ങനെയാണ് മറ്റൊരു രാജ്യത്തെ സഹായിക്കാൻ പറ്റുക? കുറെ ഡയലോഗ് അടിക്കാൻ പറ്റും, കുറച്ച് ഫ്രീഡം കിട്ടുന്ന ആയുധങ്ങൾ വിൽക്കാൻ പറ്റും. തുർക്കി നിർമ്മിക്കുന്ന പല ആയുധങ്ങളും പൂർണ്ണമായി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഘടകങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളോ അമേരിക്കയൊക്കെ കൊടുക്കണം. അപ്പോൾ തുർക്കിക്ക് ഈവൻ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ പോലും അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഒക്കെ അനുമതി ഇല്ലാതെ ഒരു പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യാൻ പോലും പറ്റില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. അപ്പൊ തുർക്കി ഇതിനകത്ത് കൂട്ടത്തിൽ കുറെ ശക്തമായ രാജ്യമാണ്. ഈ 3 രാജ്യങ്ങളിൽ സൈനികമായും ഒക്കെ നോക്കിയാൽ കുറച്ച് ശക്തമായിട്ടുള്ള രാജ്യം തുർക്കിയാണ് എന്നുണ്ടെങ്കിലും ഒരിക്കലും സൗദി അറേബ്യയെ സഹായിക്കാൻ തുർക്കി പോകുന്നില്ല. തുർക്കിക്ക് അങ്ങനെ ഒരു ആഗ്രഹവുമില്ല. സൗദിയുടെ കൂടെ ഒരു ഹെൽത്തി റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വേറെ വഴി കൂടെ സൗദിക്ക് പണി കിട്ടുന്ന സമയത്ത് സൗദിയെ സഹായിച്ച രാജ്യം എന്ന നിലയ്ക്ക് അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടിയിട്ടാണ്, ഇസ്ലാമിക രാജ്യങ്ങളുടെ നേതൃത്വത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും അങ്ങനെ ഒരു നേതൃത്വത്തിലേക്ക് വരാൻ തുർക്കിയുടെ മുന്നിലെ തടസ്സമാണ് ഷിയ മെജോറിറ്റി രാജ്യമായ ഇറാനും അതുപോലെ സുന്നി മെജോറിറ്റി രാജ്യമായിട്ടുള്ള സൗദിയും. ഈ 2 രാജ്യങ്ങളും തമ്മിൽ എങ്ങനെയെങ്കിലുമൊക്കെ അടിച്ച് തീർന്നു കിട്ടിയാൽ കാര്യങ്ങൾ കുറെ കൂടെ എളുപ്പമാണ് തുർക്കിക്കും എർദോഗനും. ഇങ്ങനെ കുറെ ദുരുദ്ദേശങ്ങൾ ഈ ഒരു കരാറിന്റെ പുറകിലുണ്ട്. അതല്ലാതെ യാതൊരു ബെനിഫിറ്റും ഇതുകൊണ്ട് സൗദി അറേബ്യക്ക് കിട്ടാൻ പോകുന്നില്ല. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം മറക്കേണ്ട. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് പരിഗണിക്കാവുന്ന നല്ലൊരു നിക്ഷേപ അവസരത്തെക്കുറിച്ച് കൂടിയാണ് പറഞ്ഞിരുന്നത്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഇനി വളരെ കുറച്ച് ദിവസം കൂടി മാത്രമേ ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. താല്പര്യമുള്ളവർ കമന്റിലെയും ഡിസ്ക്രിപ്ഷനിലെയും ലിങ്ക് ഉടനെ തന്നെ ചെക്ക് ചെയ്യാം.